എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ലോകം ഇന്നേ വരെ കാണാത്ത അത്രയും നാടകീയമായ ഒരു അന്ത്യത്തിനാണ് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. പരമ്പരയിലെ നിർണായകമായ 5ാം T20യിൽ ദക്ഷിണാഫ്രിക്കയെ 3-1 നാണം കെടുത്തിക്കൊണ്ട് ഇന്ത്യ ചരിത്ര വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ വിജയത്തേക്കാൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ദക്ഷിണാഫ്രിക്കൻ നായകൻ എയ്ഡൻ മാർക്രമിന്റെ അവസ്ഥയാണ്. മത്സരത്തിന് ശേഷം സംസാരിക്കവേ ക്യാപ്റ്റൻ മാർക്രമിന്റെ കണ്ണുകൾ നിറയുകയും ശബ്ദമിടറുകയും ചെയ്തു. ലോകത്തിന് മുന്നിൽ തകർന്നുപോയ മാർക്രം പറഞ്ഞ വാക്കുകൾ ഓരോ ഇന്ത്യൻ ആരാധകന്റെയും നെഞ്ചുവിരിയിക്കുന്നതാണ്. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കൻ ബൌളർമാരെ സ്റ്റേഡിയത്തിന്റെ ഓരോ കോണിലേക്കും പറത്തുകയായിരുന്നു. അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും നൽകിയ മിന്നൽ തുടക്കത്തിന് ശേഷം മൈതാനത്ത് നിറഞ്ഞാടിയത് തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയുമാണ്. തിലക് വർമ്മ 42 പന്തിൽ 73 റൺസുമായി ആക്രമിച്ച് കളിച്ചപ്പോൾ ഹാർദിക് പാണ്ഡ്യ ഒരു യഥാർത്ഥ കൊടുങ്കാറ്റായി മാറി. വെറും 25 പന്തിൽ 63 റൺസ്, അതിൽ 5 പടുകൂറ്റൻ സിക്സറുകൾ. ലിൻഡയുടെ ഒരു ഓവറിൽ 27 റൺസ് അടിച്ചുകൂട്ടിയ ഹാർദിക് 97 മീറ്റർ ദൂരെയുള്ള സിക്സർ പറത്തിയത് കണ്ട് ദക്ഷിണാഫ്രിക്കൻ ഫീൽഡർമാർ പ്രതിമകളെ പോലെ നോക്കി നിൽക്കുകയായിരുന്നു. 231 റൺസ് എന്ന ഹിമാലയൻ സ്കോറാണ് ഇന്ത്യ പടുത്തുയർത്തിയത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇന്ത്യൻ ബൌളിംഗ് സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. ഡീകോക്ക് പൊരുതി നോക്കിയെങ്കിലും ബുംറയും വരുൺ ചക്രവർത്തിയും ആഞ്ഞടിച്ചതോടെ അവരുടെ തകർച്ച പൂർണ്ണമായി. വരുൺ ചക്രവർത്തി തുടർച്ചയായ പന്തുകളിൽ വിക്കറ്റ് വീഴ്ത്തി ദക്ഷിണാഫ്രിക്കയുടെ നട്ടെല്ലൊടിച്ചു. സൂര്യകുമാർ യാദവ് എന്ന നായകന്റെ മാന്ത്രികമായ ഫീൽഡ് സെറ്റിംഗും ബൌളിംഗ് മാറ്റങ്ങളും ദക്ഷിണാഫ്രിക്കയെ ശ്വാസം മുട്ടിച്ചു. എന്നാൽ മത്സരശേഷം വികാരാധീനനായി മാർക്രം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സത്യം പറഞ്ഞാൽ ഈ ഇന്ത്യൻ ടീമിനെ തോപ്പിക്കാൻ 200% അധ്വാനിച്ചാൽ പോലും മതിയെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ ഒരുപാട് പ്ലാനുകൾ തയ്യാറാക്കിയിരുന്നു. പക്ഷേ ഹാർദിക് പാണ്ഡ്യയുടെ ആ സിക്സറുകൾ കണ്ടപ്പോൾ സകല നിയന്ത്രണവും പോയി. പന്ത് എവിടെ എറിഞ്ഞാലും അയാളത് സ്റ്റേഡിയത്തിന് പുറത്തേക്കാണ് അടിക്കുന്നത്. തിലക് വർമ്മയെ പോലെയുള്ള യുവതാരങ്ങൾ ഇത്രയും ആക്രമിച്ച് കളിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല. സഞ്ജുവും അഭിഷേകും നൽകിയ പ്രഹരത്തിന് പിന്നാലെ തിലകും ഹാർദിക്കും കൂടി വന്നതോടെ ഞങ്ങൾ ശരിക്കും പകച്ചുപോയി. സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസി ഒരു ചെസ് കളി പോലെയാണ്. ഏത് സമയത്ത് ആരെ കൊണ്ടുവരണമെന്ന് അയാൾക്ക് കൃത്യമായി അറിയാം. ഇന്ത്യയിൽ വന്ന് ഇന്ത്യയെ തോപ്പിക്കുക എന്നത് നിലവിൽ അസാധ്യമായ കാര്യമാണ്. അവർ ഓരോ കളിയിലും ഞങ്ങളെ ഭയപ്പെടുത്തുകയാണ്. മാർക്രം പറഞ്ഞു നിർത്തുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഒരു നായകൻ എന്ന നിലയിൽ താൻ പൂർണ്ണ പരാജയമാണെന്ന് സമ്മതിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം. ഹാർദിക്കിന്റെ ആഞ്ഞടിയും തിലകിന്റെ പോരാട്ട വീര്യവും സൂര്യയുടെ ബുദ്ധിപരമായ നീക്കങ്ങളും ചേർന്ന് ദക്ഷിണാഫ്രിക്കയെ അക്ഷരാർത്ഥത്തിൽ മുട്ടുകുത്തിച്ചു. അഹമ്മദാബാദിലെ പിച്ചിൽ ഇന്ത്യൻ ബൌളർമാർ തീ തുപ്പിയപ്പോൾ മാർക്രമിനും സംഘത്തിനും വെറും കാഴ്ചക്കാരായി നിൽക്കാനേ സാധിച്ചുള്ളൂ. എന്തായാലും ഒരു വിദേശ നായകനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കാൻ നമ്മുടെ ടീമിന് സാധിച്ചുവെങ്കിൽ അത് ഓരോ ഇന്ത്യക്കാരൻ്റെയും വിജയമാണ്. ഹാർദിക്കിന്റെ ആ 97 മീറ്റർ സിക്സർ കണ്ടപ്പോൾ നിങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു? ഇന്ത്യയുടെ ഈ വമ്പൻ ജയത്തിന് നിങ്ങൾ നൽകുന്ന മാർക്ക് എത്രയാണ്? 10-ൽ എത്ര നൽകും? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.